എന്നത്തെയും പോലെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ യോഗം കൂടി അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്ന് പറഞ്ഞു വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പുറകെ നടന്ന് മാധ്യമങ്ങൾ ശല്യം ചെയ്യുന്നത്? പ്രധാനമായും കണ്ടന്റിന് വേണ്ടി. കാരണം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയം എടുത്താലും അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളത് എല്ലാ മാധ്യമങ്ങൾക്കും, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെന്നുള്ളതാണ്. പിന്നെ രാഹുൽ പങ്കെടുത്ത ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊതുവേദിയിൽ രാഹുൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലാണ് അത് മാധ്യമങ്ങൾ ആഘോഷമാക്കിയത്. കോൺഗ്രസ് മാറ്റി നിർത്തുക അല്ലെങ്കിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നത്, അതിന് പിന്നാലെ പല വേദികളിലും പോയെങ്കിലും കോൺഗ്രസിന്റേതായ ഒരു വേദിയിലേക്ക് രാഹുലിനെ കാണുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഈ ഒരു വിഷയങ്ങൾക്ക് എല്ലാത്തിനും ശേഷം സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കോൺഗ്രസിന് മാറ്റി നിർത്താൻ സാധിക്കില്ല. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ രാഹുലിനെ എന്ത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മാറ്റി നിർത്തും? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ? ഇത്രയും നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇല്ലാതെ എങ്ങനെ എത്രത്തോളം മാറ്റി നിർത്തിയാലും രാഹുൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണെന്ന് നമുക്ക് പലതവണ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ പല രീതിയിലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് വന്നാലും അതിനെല്ലാം കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. മാറ്റി നിർത്തുന്ന ഈ സാഹചര്യത്തിലും അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും പാർട്ടിയുമായി പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും. സസ്പെൻഷനൊന്നും ഇല്ലെങ്കിൽ പോലും തുടർച്ചയായി സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് ഒരു തവണ സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന്റെ പേരിൽ പലരും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതും അധികാരമോഹികളായിട്ടുള്ള കോൺഗ്രസ് എന്ന ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് മാത്രം, പക്ഷെ എന്നാൽ അവരുടെ മനസ്സിൽ പൂർണ്ണമായും അധികാരമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ രാഹുലിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വ്യക്തിയെ അല്ല, താൻ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഒരു കോൺഗ്രസ്കാരനായി തന്നെ പ്രവർത്തിക്കുമെന്ന് തെളിയിച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. ഇത്രയും വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഇപ്പം പാർട്ടി ഒറ്റപ്പെടുത്തുന്നു, പാർട്ടിയിലുള്ള നേതാക്കന്മാർ ഒറ്റപ്പെടുത്തുന്നു, നിയമസഭയിൽ ഒറ്റയ്ക്ക് പോയിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. രാഹുലിനെ ചേർത്ത് നിർത്തുന്നവരെ പോലും പാർട്ടി മാറ്റി നിർത്തുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ നിയമ ഷെഡ്യൂളുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം മാധ്യമങ്ങളും ചർച്ച ചെയ്താണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ആരെങ്കിലും പോയാൽ പോലും അവരെ ഒറ്റപ്പെടുന്ന രീതി പാർട്ടിക്കുള്ളിൽ ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും. പാർട്ടിയിലെ ഓരോ അണികൾക്കും വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരുപാട് സാധാരണപ്പെട്ട മനുഷ്യരുണ്ട്. അരയും തലയും മുറുക്കിയിറങ്ങിയ ഒരുപാട് മനുഷ്യർ. ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏത് വാർഡാണോ ആ വാർഡിൽ മുഴുവൻ വീട്ടിലും പോയി വോട്ട് ചോദിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പം അതൊരു കോൺഫിഡൻസ് ആണ്. ഇനിയും ഞാൻ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടാകും. ആരൊക്കെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഒന്നും പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ സംസാര ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അദ്ദേഹത്തിന് അത്രത്തോളം പ്രയോജനകരമാവും. രാഹുലിനെ സംബന്ധിച്ച് നമുക്കറിയാം, പാർട്ടിക്ക് ഇനി രാഹുലിനെ മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോ ജനങ്ങൾ അത്രത്തോളം ഒരു വ്യക്തിപരമായി രാഹുലിന്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചു എന്ന് തന്നെയാണെങ്കിൽ പോലും രാഹുലിനെ ജനങ്ങൾ എന്നും മനസ്സിൽ നെഞ്ചിലേറ്റി നടക്കുന്നു എന്നാണ് പാലക്കാട് ഓരോ പൊതുപരിപാടിയിലും രാഹുൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും രാഹുലിന് പകരം ഇനി പാലക്കാട് മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും രാഹുലിന് കിട്ടിയ പോലെ ഒരു വിജയമോ അല്ലെങ്കിൽ രാഹുലിന് കിട്ടിയ സപ്പോർട്ടോ കിട്ടണമെന്നില്ല. അത് പാർട്ടിക്കും അറിയാം. സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, സസ്പെൻഷനാണ്, ഒരിക്കലും പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരു സമയം കഴിയുമ്പോൾ പാർട്ടി തീർച്ചയായും രാഹുലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കുമെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ മാധ്യമങ്ങൾ ഇതിനെ മാത്രം അവസരമാക്കി എടുത്തുകൊണ്ട് രാഹുൽ ഇനി സസ്പെൻഷനിലാണല്ലോ, അതുകൊണ്ട് ഇനി ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് ബാലിശമായ ചോദ്യം തന്നെയാണ്. നമുക്ക് രാഹുൽ ഇത്രത്തോളം സജീവമാകുന്ന സമയത്ത് ആ ചോദ്യം ബാലിശമാണ്. പക്ഷെ രാഹുലിന് പകരം മറ്റേതൊരു കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിലും എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, എന്നാൽ പോലും ഒരു 50% പ്രവർത്തകരും ഇത്രത്തോളം പാർട്ടി തഴഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് അധികാരം കിട്ടുന്ന അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കുന്ന മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് ചേക്കേറുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ സസ്പെൻഷനോ നേരിട്ട നേതാക്കന്മാരാണെങ്കിൽ അവർക്ക് അണികൾ ഇത്രത്തോളം ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നതോ ആയിട്ടുള്ള ഒരു വീഡിയോസും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അണികൾ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അണികൾ പുറകെ പോകുന്നത്, അണികൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ ഒരിക്കലും കണ്ടില്ല. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്നു നമ്മളൊരു വീഡിയോ ഇട്ടാൽ പോലും അതിന്റെ അടിയിൽ രാഹുലിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന 1000 പേരെ നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ല, രാഹുൽ ജനങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. രാഹുൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യഥാർത്ഥ ജനപ്രതിനിധി തന്നെയാണ്. പൊതുവേ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിപ്പോ ഒരു പെൺ വിഷയം വന്നു കഴിഞ്ഞാല് അത് മാധ്യമങ്ങൾ ഇത്രത്തോളം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നേരിടാൻ പോകുന്ന ആക്ഷേപങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റപ്പെടുന്ന സാഹചര്യം എല്ലായിടത്തും
ഉണ്ടാകും. അപ്പൊ അവിടെ സ്വയം മാത്രമായിരിക്കും അത് താങ്ങി നിർത്താൻ കഴിയുന്ന ഒരു ശേഷി ഉണ്ടാകുന്ന ഒരു നേതാവ് ഉണ്ടാകുന്നു. അപ്പം നമുക്കറിയാം ഒരാളും അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരില്ല. അപ്പം ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ, ഇതിനു മുമ്പിട്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകാര്യത രാഹുലിന്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, രാഹുലിന്റെ ഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ പ്രധാന തെറ്റ് എന്ന് പറയപ്പെടുന്നത്, രാഹുൽ ഒരു പക്ഷേ ഈ ഒരു ഒന്നെങ്കിൽ ഇതിനെ നിഷേധിക്കാമായിരുന്നു രാഹുലിന്, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് തെറ്റില്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് യഥാർത്ഥം. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം രാഹുലിനെ തെറ്റുകാരനായിട്ട് തന്നെയാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് തന്നെ എടുത്താലും, അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജെൻസി തലമുറയാണ്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ആ ഒരു രാഹുൽ പാലക്കാട് തിരിച്ചെത്തിയ സമയത്ത് രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന കുറെ ആളുകളെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ജെൻസി അല്ലായിരുന്നു. തലയിൽ മുടി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ കഷന്റെ ആയിട്ടുള്ള പ്രായമുള്ള ആളുകളൊക്കെയാണ് രാഹുലിനെ അത്രത്തോളം ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടില്ല. സോ അതിൽ നിന്നും മനസ്സിലാക്കാം പ്രായഭേദമന്യേ രാഹുലിനെ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ചെറുപ്പക്കാരെന്നോ അല്ലെങ്കിൽ മുതിർന്നവരെന്നോ അല്ലെങ്കിൽ പ്രായമായവരെന്നോ ഒന്നുമില്ല. രാഹുൽ ആർക്കൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടോ, അവരെല്ലാവരും രാഹുലിനെ ചേർത്ത് നിർത്തുന്നു. ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചു. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ജെൻസി തലമുറയ്ക്കാണല്ലോ റിലേഷൻഷിപ്പ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല പേരുകളിലും അറിയപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ചാറ്റുകൾ വെച്ചിട്ട് സിറ്റുവേഷൻ ഒരുപാട് ഷിപ്പുകളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ വെച്ച് രാഹുലിനെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജെൻസി തലമുറയിലെ കുട്ടികളാണോ കൂടുതലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, രാഹുലിനെ എതിർക്കുന്നവരിൽ ഈ പറയുന്നത് പോലെ ജെൻസി കുട്ടികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരിലുള്ളതുപോലെ തന്നെയുള്ള പ്രായത്തിലുള്ള വ്യക്തികളെല്ലാം തന്നെയും രാഹുലിനെ എതിർക്കുന്നവരിലും ഉണ്ട്. അതിന് കാരണം പാർട്ടിയാണ്. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJP യെ സംബന്ധിച്ച് നമുക്കറിയാം, രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെയും പ്രായമായ ആളുകൾ മാത്രമല്ല, ഈ ജെൻസിയിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധത്തിലൊക്കെ തന്നെയും അതുപോലെ ചേർത്ത് നിർത്തുന്നതിലും പ്രായഭേദമന്യേ ആളുകളുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഉപരി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, VD സതീശൻ എന്ന മഞ്ഞുമല ഉരുകി തുടങ്ങി PV അൻവറിനെയും CK ജാനുവിനെയും VD സതീശൻ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പൂർണ്ണമായും ചേർത്തില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും പാർട്ടിയോട് അടുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണിക്കുന്ന മുഖം കർപ്പിക്കൽ VD സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും മാറ്റേണ്ടി വരുമോ? അല്ല, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം CK ജാനുവിന്റെ കാര്യമാണെങ്കിൽ പോലും CK ജാനു BJP-യിൽ നിന്ന് വിട്ടിട്ട് UDF-ലേക്ക് വരുന്ന സാഹചര്യത്തിൽ മുന്നണി മാറ്റത്തിനാണ് അവർ ഒരുങ്ങുന്നത്. ചിലപ്പോൾ പക്ഷേ അവരെ സ്വീകരിക്കേണ്ട എന്നൊരു നിലപാടെടുത്തിരുന്നു കോൺഗ്രസ്. അല്ല, സ്വീകരിക്കേണ്ട നിലപാടെടുത്തതൊന്നും. അപ്പം ചർച്ച ചെയ്യുകയാണല്ലോ ഇവരിപ്പം. ഏത് പാർട്ടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച, ഒരു മുന്നണിയാണ് വരുന്നത്. അപ്പം സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം മുന്നണികൾ ആവശ്യപ്പെടും, ഇത്ര സീറ്റ് ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ വരികയുള്ളൂ. അപ്പം അതിൽ തർക്കങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ CK ജാനുവിനെ പലപ്പോഴും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്. അല്ലെങ്കിൽ മുന്നണിയിലേക്ക് വരുമ്പോൾ 2-3 സീറ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പെട്ടുപോകും. ഇപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റായിട്ട് ആണ് പോകുന്നത്. ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എപ്പോഴും ഉടലെടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ PV അൻവറിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം PV അൻവർ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടി വരും. ആ സീറ്റ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പം അദ്ദേഹം പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അണികളുണ്ടെങ്കിൽ ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരികയാണെങ്കിൽ പോലും സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ വിഷയമാണ്. അപ്പം PV അൻവറിനാണ് സീറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ രൂപപ്പെടാൻ സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസിൽ ബാക്കിയാണ്. പക്ഷേ രാഹുൽ അങ്ങനെയല്ല. രാഹുൽ എന്ന് പറയുന്നത് പാർട്ടി വിട്ടുപോയിട്ടൊന്നുമില്ല, പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരാളാണ്. അപ്പൊ രാഹുലിനെ എങ്ങനെ ഒതുക്കാമെന്നാണ് പല നേതാക്കന്മാരും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. രാഹുലിനെ പോലെ തൊട്ടുള്ള അഗ്രസീവായിട്ട് സമരമുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എടുത്തു പറഞ്ഞ് നിയമസഭയിൽ ആക്രമിക്കുന്ന അത്തരത്തിൽ സംഘടനാ ശേഷിയുള്ള ഒരു നേതാവിനെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നത് ചില നേതാക്കന്മാരുടെ ഒരു ലക്ഷ്യമായേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ. എല്ലാവരും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വിഭ്രാന്തിയിലാണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് തങ്ങളുടെ മേളിലേക്ക് ഒരാൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും അടുത്ത നേതാവാകാൻ പോകുന്നത്. ആ ഒരു കോക്കസിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന പറഞ്ഞു വരുന്നത് രാഹുലിനെ ഒതുക്കിയത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നിന്നുള്ളവർ തന്നെയാണ് എന്നാണ്. തീർച്ചയായിട്ടും രാഹുലിനെ ഒതുക്കാൻ കോൺഗ്രസിനകത്തും ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും രാഹുലിനെ പോലൊരു സംഘടനാശേഷിയുള്ള ഒരാൾക്ക് തിരിച്ചു വരവ് എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല.
ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഘടനാശേഷിയുള്ള ആളുകളൊക്കെ പിന്നീട് തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ചരിത്രമാണല്ലോ നമ്മളുടെ മുന്നിൽ എപ്പോഴും ബാക്കിയായിട്ടുള്ളത്. അപ്പം CPM-ലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും MP ആയിട്ടും MLA ആയിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. BJP-യിൽ എത്രയോ നേതാക്കന്മാരുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ അതൊരു പ്രതിസന്ധി ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.